കോഴിക്കോട് സിറ്റി ഓഫ് സ്പൈസസ്, സാഹിത്യ നഗരി. മറ്റ് ജില്ലകളെ പോലെ തന്നെ തിരക്കേറിയ ഒരു നഗരം. എന്നാലല്ല, നൂറ്റാണ്ടുകൾ പേരുന്ന മണ്ണാണ് കോഴിക്കോട്. മലബാറിന്റെ വാതിൽ ലോകത്തിന് തുറന്നുകൊടുത്ത മണ്ണ്. നമ്മൾ കേട്ടറിഞ്ഞ സാമൂതിരിയുടെ കോഴിക്കോടാണിത്. മാനാഞ്ചേരിയുടെ കോഴിക്കോട്, ബേപ്പൂർ സുൽത്താന്റെ കോഴിക്കോട്. അങ്ങനെ ഒരുപാട് കഥകളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞ കാലത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നമ്മുടെ കോഴിക്കോടിന് ഒരു മറുപുറമുണ്ട്. നഗരത്തിന്റെ തിരക്കിനിടയിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു മാറ്റത്തിന്റെ കഥ, കോഴിക്കോട് കാലിക്കറ്റായ കഥ. ചായപ്പേടിയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഭയമില്ലാത്ത നാട്. എല്ലാത്തിനും അപ്പുറം ഒരു തുറമുഖ നഗരം. അറബിക്കടലിന്റെ അങ്ങേ തീരങ്ങളിൽ നിന്ന് വന്ന കണക്കുകളും ചരക്കുകളുമാണ് ഈ കോഴിക്കോടിനെ വളർത്തിയത്. കച്ചവടമാണ് ഈ നഗരത്തിന്റെ DNA. കച്ചവടത്തിന് കാലാനുസൃതമായ മാറ്റം എല്ലാ ഭാഗത്തും ഉണ്ടായതുപോലെ കോഴിക്കോടും വന്നിട്ടുണ്ട്. അതിന്റെ ധ്വനികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ബീച്ചിലും മറ്റുമൊക്കെ കോഴിക്കോട് ഒരു തുറമുഖ നഗരമായി വളരുന്നത് തന്നെ കച്ചവടത്തിലൂടെയാണ്. കച്ചവടം എന്ന് പറയുമ്പോൾ കേവലം ഒരു ചരക്ക് കൈമാറ്റത്തിനോ പണമിടപാടുകൾക്കൊക്കെ അപ്പുറം ഇവിടെ വിശ്വാസം മാത്രം മതിയായിരുന്നു. അതായത് ഇന്നത്തെ ഈ വലിയ വലിയ ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ വരുന്നതിന് മുൻപേ ഇവിടെ ഒരു ട്രസ്റ്റഡ് എക്കോണമി ഉണ്ടായിരുന്നു. അതായത് കോഴിക്കോട് ഹുണ്ടിക. ഈ കരാറിനൊക്കെ പകരം അന്ന് വാഗ്ദാനവും വിശ്വാസവും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ സാമ്പത്തിക ഉടമ്പടി. മാത്രമല്ല, ഇവിടെ പാരമ്പര്യമായി തലമുറകളായിട്ട് കൈമാറി വന്ന ഒരുപാട് കുടുംബാംഗങ്ങളും കച്ചവടങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ നല്ലതാണ്. ഇപ്പൊ ഇത് വേറെ ആരൊക്കെ ഉണ്ട് കൂട്ടത്തില്? മക്കളാണ് എല്ലാരും ചെയ്യുന്നത്. അത് നിങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആളാണ്. ചിർച്ചയും കളിച്ചും ഒക്കെ ജീവിച്ച ആളാണ്. ആരെ വേദനപ്പെടുത്ത് അല്ലെങ്കിൽ ഉമ്മലും വാപ്പലും ചീത്ത പറയുക അങ്ങനത്തെ നാളല്ല. ആ സ്നേഹം നമ്മൾ ആൺകുട്ടി 8 ആൺകുട്ടികളാണ്. 8 ആൺകുട്ടികളിൽ എല്ലാവരും ഉമ്മയും വാപ്പലും പോറ്റ് ഈ വലിയ കടിയിൽ വെച്ചിട്ടാണ്. പുതിയ ഫിനാൻസ് സിറ്റി ആയി. പണ്ടത്തെ കോഴിക്കോട് ഹുണ്ടിക സമ്പ്രദായത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് ബാങ്കിങ്, ഓഹരി നിക്ഷേപം, ഇൻഷുറൻസ് എന്നീ മേഖലയിലൊക്കെ വലിയ വളർച്ചയുണ്ടായി. ഈ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. അതായത് വലിയ വലിയ വാണിജ്യ ബാങ്കുകളിൽ ലഭ്യമല്ലാത്ത സാമ്പത്തിക സഹായം, വായ്പകളൊക്കെ ഈ സഹകരണ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായികൾക്കും സാധാരണക്കാർക്കും നൽകാൻ തുടങ്ങി. ഇതിലൂടെ ഫിനാൻഷ്യൽ പവർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചെറിയൊരു എലൈറ്റ് ക്ലാസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാരിലോട്ടും എത്താൻ തുടങ്ങി. കോഴിക്കോടിന്റെ സാമ്പത്തിക വളർച്ചയെ മാറ്റിമറിച്ച മറ്റൊരു നിശബ്ദ വിപ്ലവമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലോട്ടുള്ള കുടിയേറ്റവും അവിടുത്തെ പ്രവാസ മൂലധനവും. അതായത് കോഴിക്കോട്ടുള്ള ആളുകൾ ജോലി നേടി ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോവുകയും അവിടെ പോയിട്ട് പണിയെടുത്ത പൈസ ഇവിടുത്തെ മറ്റ് നഗരങ്ങളിലുള്ള ആളുകളെ പോലെ ഓഹരിയിലോ വ്യവസായത്തിലോ ഒന്നും നിക്ഷേപിക്കാതെ സ്വന്തം മണ്ണിലൊരു വീട് അല്ലെങ്കിൽ സ്വന്തം പേരിലൊരു മണ്ണ് അല്ലെങ്കിൽ ഭൂമി, ഈ ഒരു കാര്യത്തിലായിരുന്നു കോഴിക്കോടുള്ള പ്രവാസികൾ ഊന്നൽ നൽകിയത്. അങ്ങനെ ഈ ഗൾഫ് പണമെല്ലാം റിയൽ എസ്റ്റേറ്റിലായിട്ട് ഒഴുകിയെത്തുകയും ഇത് കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ടും മറ്റ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലോട്ടൊക്കെ ഒരു സാമ്പത്തിക അടിത്തറ നൽകുകയും ചെയ്തു. ഇത് തന്നെയാണ് കോഴിക്കോടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. പഴയ കച്ചവട മാർക്കറ്റിംഗിൽ കോഴിക്കോടിനെ ലോകോത്തരമാക്കിയത് ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ കച്ചവട ശൈലിയുമാണ്. നമ്മൾ ടെക്നിക്കൊന്നുമില്ല. ഫ്രഷ് മീനുണ്ടെങ്കിൽ ഇവിടെ ആള് പോകും. ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റി കോഴിക്കോട് മാർക്കറ്റിൽ പോകുള്ളൂ. ഇവിടെ അന്നും ഇന്നും കോഴിക്കോടിന്റെ പല മുഖ്യ ഭാഗങ്ങളും കച്ചവടം നടക്കുന്നത് കോടികൾ മുടക്കുള്ള പരസ്യങ്ങൾ വെച്ചിട്ടല്ല. ഇവിടെ ഒരു അസേർട്ടീവ് ടൈപ്പ് ഓഫ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. അതായത് ഇവിടെ കൊടുക്കുന്ന ആളാണ്, ഇവിടുത്തെ കച്ചവടക്കാരനാണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ. അവര് ഒരു സാധനം കൊടുക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ ഉപഭോക്താക്കൾക്ക് അതിലൊരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയാണ് ഇവിടുത്തെ മൂലധനം. പക്ഷേ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ ഒരു കസ്റ്റമറെ എപ്പോഴെങ്കിലും വഞ്ചിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വാർത്ത കോഴിക്കോടിലെ വലിയങ്ങാടി മൊത്തം പരക്കും. അത് അവരുടെ കച്ചവടത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ കച്ചവടക്കാരനും 100% ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഈ ഒരു കോഴിക്കോട് സ്റ്റാൻഡേർഡ് നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പരസ്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോടുകാരന്റെ വിശ്വാസ്യതയെ ചില പരസ്യങ്ങളെങ്കിലും വിരളമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോടൻ കച്ചവടത്തിന്റെ മറ്റൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് വാമൊഴി മാർക്കറ്റിംഗ്, ഇല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്.
അതായത് ഇന്നത്തെ റിവ്യൂ പറച്ചിലും അഭിപ്രായം പറച്ചിലൊക്കെ പോലെ തന്നെ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഒരു ഉൽപ്പന്നം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു ഏജന്റിനെ പോലെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് വേണമെങ്കിൽ ഒരു പരസ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കച്ചവട ധാർമ്മികത എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇന്ന് ആധുനിക കോഴിക്കോടിന്റെ വളർച്ച നഗരത്തിന്റെ പാരമ്പര്യ മൂല്യങ്ങളായ വിശ്വാസം, സൗഹൃദം മുതലായവയെ കൈവിടാതെ ടെക്നോളജിയെ കൂടിച്ചേർത്താണ് പോകുന്നത്. അതായത് മലബാറിന്റെ ടെക്നോളജി ഗേറ്റ് വേ ആയി കോഴിക്കോട് മാറിയ കഥ അധികം ആരും അറിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് വിദേശത്ത് പോയ തലച്ചോറുകൾ ഇന്ന് സ്വന്തം നാട്ടിൽ തിരികെ എത്തി സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടുന്നു. ഒരു കാലത്ത് കോഴിക്കോട് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഉരുവിന്റെയും കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്നത് ടെക്നോളജിയുടെയും സോഫ്റ്റ്വെയർസിന്റെയും കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. മുൻപൊക്കെ കസ്റ്റമേഴ്സ് നേരിട്ടെത്തി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഇന്ന് പരമ്പരാഗത ബിസിനസ് പോലും സോഷ്യൽ മീഡിയയിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ തുടങ്ങി. പഴയ വാമൊഴി മാർക്കറ്റിംഗ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ ഷെയറിംഗ് ആയും റിവ്യൂസ് ആയും രൂപാന്തരപ്പെട്ടു. എടുത്തു പറയേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ കോഴിക്കോടൻ വിഭവങ്ങളുടെ ലോക പ്രശസ്തി കാരണം ഫുഡ് കച്ചവടം ഇവിടെ ഒരു വ്യവസായമായി വളർന്നു എന്നതാണ്. പക്ഷെ ക്വാളിറ്റിയിലും ടേസ്റ്റിലും വിട്ടുവീഴ്ചയില്ലാത്ത ഈ കച്ചവട ശൈലി ടൂറിസ്റ്റുകളെ വരെ നഗരത്തിലേക്ക് ആകർഷിച്ചു. എന്നാൽ കോഴിക്കോട് എത്തിയ ടൂറിസ്റ്റുകളെ വിസ്മയപ്പെടുത്തിയ മറ്റൊരു ആകർഷകമായ സംഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ കലാരൂപകൽപ്പന സങ്കല്പം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ഡിസൈൻ കൾച്ചർ. കോഴിക്കോട് എന്നും ചിത്രകലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രമാണ്. നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും എന്തെങ്കിലും ചിത്രപ്പണിയും ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേപ്പൂർ സുൽത്താനും വൈക്കം മുഹമ്മദ് ബഷീറും സഞ്ചാരിയായ SK പൊറ്റക്കാടൊക്കെ അവരുടെ കൃതികളിലൂടെ കോഴിക്കോടിനെ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ കലാകാരന്മാർക്ക് ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോംസ് കോഴിക്കോട് നൽകി എന്ന് വേണം പറയാൻ. എന്നാൽ ഇന്ന് കാലിക്കറ്റ് നമ്മൾ ഡിസൈൻ ചിന്തകളെയൊക്കെ ഡിജിറ്റലൈസ്ഡ് ആക്കുകയും ഇതിലൂടെ ഒരുപാട് കലാകാരന്മാർക്ക് അവർക്കൊരു ക്രിയേറ്റീവ് സ്പേസ് കോഴിക്കോട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ആനന്ദവണ്ടിയും ഗുജറാത്ത് സ്ട്രീറ്റും ഈ കാണുന്ന ചുമർചിത്രങ്ങളെല്ലാം. എന്നാൽ ഇന്ന് ഡിസൈൻ കൾച്ചർ കോഴിക്കോടുള്ള കച്ചവട വേദികൾക്ക് ഒരു പുതിയ മുഖച്ഛായ നൽകി എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു കഫേ കൾച്ചർ രൂപാന്തരപ്പെടുകയും ഇതിലൂടെ യുവജനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഉപഭോക്താക്കളെ ഇത് ആകർഷിക്കുകയും ചെയ്തു. ശരിക്കും പറയാം, ഇന്ന് ഡിസൈൻ ആൻഡ് ആർട്ടാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കോടിന്റെ ഏത് കോണിലും സ്നേഹം കൊണ്ട് ആളുകളെ വലയെറിഞ്ഞു പിടിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. വിശ്വാസം വില പറയുന്ന കലർപ്പില്ലാത്ത ഫിനാൻസിംഗ് റൂൾസ് ഉണ്ട്. കഥയും കലയും റൂട്ടഡ് ആയ ഡിസൈനുകളുണ്ട്. അറ്റ് ദ എൻഡ് കാലത്തിനൊപ്പം ഓടുന്ന ടെക് ടാക്ടിക്സുകളുണ്ട്, ലൈക്ക് ഹാക്ക. And here we are just know what's really happening. And this is Adira signing off.